ഒന്നും രണ്ടുമല്ല 23,622 കോടി രൂപ. എന്താണ് ഈ വമ്പൻ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ 23,622 കോടി രൂപ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നേടിയെടുത്തതാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക നമ്മുടെ രാജ്യം നേടിയെടുത്തത്? പറഞ്ഞുതരാം. ഇന്ത്യയിൽ നിന്നും ലോക രാജ്യങ്ങൾക്ക് പ്രതിരോധ കയറ്റുമതി നടത്തുന്നതിലൂടെയാണ് 2025 ഈ ഒരു വമ്പൻ നേട്ടം രാജ്യം നേടിയെടുത്തത്. ഇത് വെറും ഒരു നേട്ടമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് വളർച്ചയാണ് കൈവരിച്ചത്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു വമ്പൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. രാജ്യത്തിന്റെ ഈ ഒരു നേട്ടം ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ വലിയ വിജയമായാണ് കണക്കാക്കേണ്ടത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ച പരിശോധിക്കുമ്പോഴും 2025-26 വർഷത്തിലും ഈ ഒരു നേട്ടം തുടരുമെന്ന് തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കണക്കുകൾ ഇഴകേറി പരിശോധിക്കുകയാണെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ മൊത്തം കയറ്റുമതി 23,622 കോടി രൂപയായിരുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 12% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയുടെ വിഹിതം വരുന്നത് 15,233 കോടി രൂപയും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വിഹിതം വരുന്നത് 8,389 കോടി രൂപയും. പ്രധാനമായ താരതമ്യം നോക്കുകയാണെങ്കിൽ 2014 വെറും 1000 കോടിയിൽ താഴെ മാത്രമായിരുന്നു ഈ ഒരു മേഖലയിൽ രാജ്യം വളർച്ച രേഖപ്പെടുത്തിയിരുന്നത്. അതെ, ലോകത്തിന് ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങൾ വേണമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഓരോ മേഖലയുടെ കാര്യമെടുക്കുമ്പോഴും ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വ്യക്തമായി തന്നെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത്? പരിശോധിക്കാം. ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതികൾ അയക്കുന്നതിന് വേണ്ട ചൂട് പിടിച്ച ചർച്ചകളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് കമ്പനിയാണ് ഈ ഒരു പ്രതിരോധ കയറ്റുമതിക്കായി തയ്യാറെടുക്കുന്നതെന്ന് അറിയാമോ? പറഞ്ഞുതരാം. ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് വഴി ടാറ്റ സൺസിന്റെ പ്രതിരോധ വിഭാഗമാണ് ആഫ്രിക്കയിലേക്ക് പ്രതിരോധ കയറ്റുമതിക്കായി ഒരുങ്ങുന്നത്. ആഫ്രിക്കയിലേക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രതിരോധ കയറ്റുമതി? പരിശോധിക്കാം. ആഫ്രിക്കയിലും അതുപോലെ തന്നെ യൂറോപ്പിലെയും രാജ്യങ്ങൾക്ക് സൈനിക ഹാർഡ്വെയർ വിതരണം ചെയ്യുന്നതിനായി സജീവമായ ചർച്ചകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ആയുധ വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കവുമായി ഈ ഒരു വികസനം യോജിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം. നമ്മുടെ രാജ്യത്തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാശ്രയ ഇന്ത്യ അഥവാ ആത്മനിർഭർ ഭാരത് പദ്ധതി ശക്തി പ്രാപിക്കുന്നതാണ് ഇത്തരത്തിലുള്ള രാജ്യ വളർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ രാജ്യം ഒട്ടനവധി രാജ്യങ്ങളെ പല മേഖലകളിലും സഹായത്തിനായി ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിലൂടെ അതല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വളരാനുള്ളൊരു പശ്ചാത്തലം ഒരുക്കുകയാണ് ഈ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ. അതായത് ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ നിർമ്മിക്കുമെന്ന രീതിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം സ്വീകരിച്ചു വരുന്നത്. അതിലൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, മുമ്പൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്നെഴുതിയ ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം കുറഞ്ഞത് ഒരു 5 വസ്തുക്കളെങ്കിലും മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയത് നമ്മുടെ കൈവെള്ളയിലൂടെ കടന്നു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് അത് ഇല്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട അഭിമാനകരമായ മറ്റൊരു വാർത്തയാണ് 2025 സെപ്റ്റംബറിൽ മൊറോക്കോയിൽ നമ്മുടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ഒരു അത്യാധുനിക ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്ത കാര്യം. അതെ, മൊറോക്കോയിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ടാറ്റയുടെ ഈ ഒരു സൗകര്യം ഉദ്ഘാടനം ചെയ്തത്. ടാറ്റ മൊറോക്കോയിൽ പോയി ഒരു ഫെസിലിറ്റി തുറന്നതിന് എന്താണ് ഇത്ര വലിയ കാര്യം എന്നതാണോ ആലോചിക്കുന്നത്? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതൊരു സാധാരണ സംഭവമായി കണക്കാക്കാനാകില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ യൂണിറ്റ് ആണ് മൊറോക്കോയിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു സൗകര്യത്തിൽ നിന്നും മൊറോക്കോയിലെ സർക്കാരിന് വേണ്ടി കവചിത വാഹനങ്ങളാണ് നിർമ്മിക്കുക. എന്തായാലും രാജ്യത്തിന്റെ വളർച്ച എല്ലാ മേഖലയിലും ഹൈലൈറ്റ് ആയി നിൽക്കുകയാണ്. രാജ്യത്തിന്റെ വളർച്ച ഓരോ വർഷവും മുകളിലേക്ക് കുതിച്ചു വരിക തന്നെയാണ്. എണ്ണമിട്ട് പറയുകയാണെങ്കിൽ ആഭ്യന്തര ഉൽപാദനം കുതിച്ചുയർന്നു. അതുപോലെ തന്നെ കയറ്റുമതി വലിയ വളർച്ച പ്രാപിച്ചു. അതുപോലെ തന്നെ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളുടെ കടന്നുവരവ് വലിയ രീതിയിൽ തന്നെ ഉണ്ടായി. വലിയ സ്വകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകമായി പറയുകയാണെങ്കിൽ MSMEകൾ, അതുപോലെ തന്നെ ഒട്ടനവധി പ്രതിരോധ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിരോധ കയറ്റുമതികൾ വലിയ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ വളർച്ചയിൽ സഹായിക്കും. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. പ്രതിരോധ കയറ്റുമതികൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഉയർന്ന മൂല്യമുള്ള ഒരു വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ ലോഹശാസ്ത്രം, സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ്, അതുപോലെ
അതുപോലെ തന്നെ നൂതന ഉൽപാദനം തുടങ്ങിയ മേഖലകളെ വലിയ രീതിയിൽ വളർത്തിയെടുക്കും എന്നത് എടുത്തു തന്നെ പറയണം. ഇനി സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇത് ഗുണം ചെയ്യുന്നത്? വലിയ തരത്തിലുള്ള ജോലി സാധ്യതകൾ ഇതുവഴി തുറക്കപ്പെടും. അതുവഴി സാധാരണക്കാർക്കും വലിയ രീതിയിലുള്ള ഗുണം ഇതുവഴി ഉണ്ടാകും. എന്തായാലും വലിയ തരത്തിലുള്ള വ്യാവസായിക വളർച്ച നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം നമുക്ക് അഭിമാനത്തോടു കൂടി ഉറക്കെ തന്നെ വിളിച്ചു പറയാം.